ഹായ് എല്ലാവർക്കും നമസ്കാരം. ശരീരത്തിൽ കല്ലുകൊണ്ടുള്ള വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവുക കിഡ്നി സ്റ്റോണിനെ കുറിച്ചായിരിക്കും. പക്ഷേ ഇന്ന് കിഡ്നി സ്റ്റോണിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് ഒ പികളിൽ കണ്ടുവരുന്ന കേസുകളാണ് പിത്താശയക്കല്ലിൻ്റെ വേദന അനുഭവിക്കുന്ന ആൾക്കാർ. പിത്താശയക്കല്ല് ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒ പിയിലൊക്കെ കിഡ്നി സ്റ്റോണിനേക്കാളും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പിത്താശയ രോഗങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പിത്താശയക്കല്ലും. പിത്താശയക്കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ഡോക്ടർമാരുടെ അടുത്തും ഇവർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ പറയുന്നുണ്ടാവും ചെറിയ കല്ലാണ്, അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ പൊയ്ക്കോളും, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലെന്ന് പല ആളുകളോടും പറയാറുണ്ട്. ആ പേഷ്യൻസൊക്കെ എൻ്റെ അടുത്ത് ഇത് വന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത്, പിത്താശയക്കല്ലിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ കഴിയും എന്ന് മാത്രമല്ല പിത്താശയക്കല്ലിന് പുറന്തള്ളാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പല ആളുകളും പിത്താശയക്കല്ലിന് സർജറി പറഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. പിത്താശയത്തിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ പിത്താശയം മുഴുവനായിട്ട്, ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന അവയവം മുഴുവനായിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു പ്രൊസീജിയറാണ് പിത്താശയത്തിൻ്റെ സർജറി. പല ആളുകളും വന്ന് പറയാറുള്ളത്, ഡോക്ടറെ പിത്താശയം മുഴുവൻ നീക്കം ചെയ്യാതെ നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ഈ ഒരു രോഗാവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിത്താശയക്കല്ലിന് സർജറി പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ട്സിൽ പിത്താശയക്കല്ലിൻ്റെ സൈസും അതിൻ്റെ എണ്ണവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഈ പിത്താശയക്കല്ലിൻ്റെ സൈസിനും നമ്പറിനും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിപ്പോർട്ട്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ഷോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം പിത്താശയക്കല്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പിത്താശയക്കല്ലിൻ്റെ വേദന ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയറിൻ്റെ വലത് ഭാഗത്ത് അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തോളലിലേക്കൊക്കെ ഈ ഒരു വേദന വളരെ കഠിനമായിട്ട് റേഡിയേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളൊരു ഹെവി ഫുഡ് കഴിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമ്മൾ ഒരു ഹോട്ടൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഈ വേദന പലർക്കും അനുഭവപ്പെടാറുള്ളത്. പലപ്പോഴും ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ കരുതി പല ആളുകളും എക്കോ ECG ഒക്കെ എടുപ്പിക്കാറുണ്ട്. അതിലെല്ലാം നോർമലായിരിക്കും, പക്ഷെ അപ്പോഴൊന്നും സ്കാനിങ് എടുത്തിട്ടുണ്ടാവില്ല. ഇത് വർഷങ്ങളോളം കൊണ്ട് നടക്കും. എന്നിട്ട് പിന്നീട് ഒരിക്കലും ഒരു സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും അൾട്രാസൗണ്ടിൽ നമ്മൾ പിത്താശയക്കല്ല് കണ്ടുവരുന്നുണ്ടാവുക. അപ്പോഴേക്കും അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടാവും, അതിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ടാവും, ഒരുപാട് കല്ലുകൾ നിറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ സർജറി മാത്രമല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഒരു 5 വഴികളാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നത്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പിത്താശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും അതുവഴി കല്ലിനെ പുറന്തള്ളാനും അത് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിത്താശയക്കല്ല് നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പിത്താശയക്കല്ല് ഉണ്ടാവുന്നത് എന്ന് അറിയണം. ഈ പിത്താശയക്കല്ല് ഉണ്ടാവാനുള്ള കാരണങ്ങളുള്ള 5 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെ പരിഹരിച്ചാൽ മാത്രമേ നമുക്കിതിനെ പുറന്തള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള 5 കാര്യങ്ങളും അവയെ പരിഹരിച്ചെടുക്കുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബൈൽ അഥവാ പിത്തരസത്തിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഈ പിത്തരസമാണ് നമ്മൾ പിത്താശയത്തിൽ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈൽ അഥവാ പിത്തരസത്തിൻ്റെ പ്രൊഡക്ഷൻ നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിത്താശയക്കല്ല് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബൈലിൻ്റെ പ്രൊഡക്ഷൻ വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രധാന കണ്ടൻറ്റ്, ഈ ബൈലിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതുപോലെ നല്ല കൊഴുപ്പുണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട് അതിൽ. അതുപോലെ തന്നെ ചില പിഗ്മെൻറ്റ്സും സോൾട്ടൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ പിത്താശയക്കല്ലിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടത്. പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്
ചീത്ത ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരിൽ, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ, വെള്ളം തീരെ കുടിക്കാത്ത ആളുകളിൽ, അതുപോലെ തന്നെ കരിച്ചത് പൊരിച്ചത് എണ്ണയിൽ വറുത്തെടുത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ, അതുപോലെ സമയത്ത് കഴിക്കാത്ത ആളുകളിലൊക്കെയാണ് ഈ ഒരു കല്ല് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം അത്യാവശ്യത്തിന് കുടിക്കണം. കാരണം നമ്മൾ ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ ഒരു കേസിൽ. അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം തീരെ ഒഴിവാക്കരുത്. അതുപോലെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. കരിച്ചത് പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ലൈഫ് സ്റ്റൈലിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ബൈലിൻ്റെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയും കൂടെ കൂട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പല ആളുകളിലും ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത ആളുകളിൽ, പ്രത്യേകിച്ച് മലബന്ധം സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിൽ ഈ പിത്താശയക്കല്ലിൻ്റെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മലബന്ധം ക്ലിയർ ആക്കാനുള്ള ഭക്ഷണ രീതികളും അതിൻ്റെ എക്സസൈസുകളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രോഗാവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈലിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവിലും അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ഡൈജഷൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിലേ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല രീതിയിൽ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പിത്താശയം പ്രവർത്തിക്കും. നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ നമുക്ക് പിത്താശയക്കല്ലിനെ ഒരു പരിധി വരെ പുറന്തള്ളാനും പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് സ്ട്രെസ് ഉള്ള ആളുകൾ, സ്ട്രെസ് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു കാലത്ത് സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ സ്ട്രെസ് ഓവറായിട്ട് അത് ഉറക്കം കിട്ടാതെയൊക്കെ സ്ട്രെസ് അടിക്കുന്ന ആളുകളാണെങ്കിൽ അത് കുറക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടും. കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ബൈലിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ റിസർവ് ഒക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ അത് വളരെയധികം ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റിലാക്സേഷൻ ടെക്നിക്സുകളായിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് വാക്കിങ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് മറ്റ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, സ്ട്രെസ് കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ അതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക. പരമാവധി ഒരു 6-7 മണിക്കൂർ ഡെയിലി ഉറങ്ങാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഈസ്ട്രോജൻ അളവ് ശരീരത്തിൽ കൂടുമ്പോഴാണ് ഈ ഒരു കല്ല് കൂടുതലായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ അളവ് എപ്പോഴൊക്കെയാണ് കൂടുന്നത്? നമ്മുടെ കൂടുതലായിട്ട് ശരീരത്തിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ ചില ആളുകൾ മെൻസസ് നിൽക്കാൻ ഉള്ള സമയത്ത്, മെനപ്പോസൽ സ്റ്റേജിൽ പലരും ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ ചെയ്യാറുണ്ട്. അതിലും നമുക്ക് ഈസ്ട്രോജൻ കൂടുതലായിട്ട് കൂടും. ആ സമയത്തൊക്കെയാണ് ഈ കല്ലിൻ്റെ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴും ഈ ഒരു പിത്താശയക്കല്ല് രൂപപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ഒക്കെ ഉപയോഗം പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഈസ്ട്രോജൻ കൂടുന്ന കണ്ടീഷൻസും പരമാവധി അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിത്താശയക്കല്ലിനെ വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് അലിയിപ്പിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. പല ആളുകളും നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ തീരെ കഴിക്കാറില്ല. അതൊരിക്കലും ഈ ഒരു അസുഖത്തിൻ്റെ കേസിൽ ചെയ്യരുത്. നമ്മൾ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നല്ല കൊഴുപ്പ് എന്ന് പറയുമ്പോൾ മുട്ടയുടെ മഞ്ഞ നല്ല കൊഴുപ്പാണ്. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്. അവോക്കാഡോ എന്ന് പറയുന്ന ബട്ടർ ഫ്രൂട്ട് നല്ലതാണ്. അതുപോലെ ബട്ടർ ഒരു ചെറിയ ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ, ഇതിലൊക്കെ നല്ല കൊഴുപ്പുണ്ട്. ഈ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ബൈലിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനും ഇത്തരത്തിൽ പിത്താശയത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ സാധിക്കുള്ളൂ. പല ആളുകളും സീറോ ഫാറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയറ്റിൽ ഉൾപ്പെടുത്താറുള്ളത്. സീറോ ഫാറ്റ് ഡയറ്റാണ് പല ആളുകളും ഫോളോ ചെയ്യാറുള്ളത്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഹെൽത്തി കൊഴുപ്പ് അല്ലെങ്കിൽ ഹെൽത്തി കൊളസ്ട്രോള്, ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ചീത്ത കൊഴുപ്പ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ചീത്ത കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അത്തരത്തിലുള്ള ചീത്ത കൊഴുപ്പ് പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഒരു 3-4 മാസങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാനും
പിത്താശയത്തിൻ്റെയൊക്കെ പ്രവർത്തനം വർദ്ധിപ്പിച്ച് അതിൻ്റെ കല്ലുകളെയൊക്കെ പുറന്തള്ളാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനോടൊപ്പം ചില കേസുകളിൽ പ്രത്യേകിച്ച് റിപ്പോർട്ട്സുകൾ അനുസരിച്ച് നമ്മൾ ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇത്തരം പിത്താശയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പിത്തരസത്തിൻ്റെ ഫ്ലോ കൂട്ടാൻ സഹായിക്കുന്ന പല മെഡിസിൻസും നമുക്ക് പല ഡോസേജിലും അവൈലബിൾ ആണ്. നമ്മൾ ബെർബറിസ് വൾഗാരിസ് പോലെയുള്ള, കാർഡസ്, ഐറിസ് പോലെയുള്ള മരുന്നുകളുണ്ട്. അതുപോലെ ഫൈലാന്തസ് നിറൂറി എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചർ നമ്മൾ ഇത്തരം സ്റ്റോൺ ബ്രേക്കർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കല്ലിനെ പൊടിച്ചു കളയാൻ സഹായിക്കുന്ന ഹെർബൽ ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മദർ ടിഞ്ചർ നമ്മൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിലും ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് വരാറുണ്ട്. അതിൽ നമ്മൾ സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നായതുകൊണ്ട് ഇതിനെ സ്റ്റോൺ ബ്രേക്കർ എന്നാണ് പലപ്പോഴും ഇതിനെ പറയാറുള്ളത്. മാത്രമല്ല ഈ ഒരു കല്ല് പലപ്പോഴും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൊളസ്ട്രോൾ അടിഞ്ഞിട്ടാണ്, ചീത്ത കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് പലപ്പോഴും ഈ സ്റ്റോൺ രൂപപ്പെടുന്നുണ്ടാവുക. അപ്പോൾ കൊഴുപ്പിനെ കളയാനും ചീത്ത കൊഴുപ്പിനെ കളയാനും അതിൻ്റെ ഒരു ചീത്ത കൊഴുപ്പിൻ്റെ ഫ്ലോ കൂട്ടാനും സഹായിക്കുന്ന മരുന്ന് കൂടിയാണ് ഈ ഒരു ഹോമിയോപ്പതിക് മരുന്നുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ അത്തരം ഹോമിയോപ്പതിക് മരുന്നുകൾ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഒരിക്കലും ഒരു ഫാർമസിയിൽ പോയിട്ട് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മൾ മരുന്നുകൾ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി വരുന്നത്. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നതിലൂടെ മരുന്നുകൾ ഒരു കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഇത്തരം രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ഈ ഒരു അസുഖത്തെ ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല പിത്താശയത്തിൻ്റെ സർജറി ഒഴിവാക്കാനും കൂടെ കഴിയാറുണ്ട്. പല ആളുകളും വളരെ ഭയത്തോടു കൂടെ ചോദിക്കുന്ന ഒന്നാണ്, പിത്താശയത്തിൻ്റെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിത്താശയം റിമൂവ് ചെയ്യാണ്, കളയാണ്, അപ്പം അതിനുശേഷം ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾ പല ആളുകളിലും, നമ്മൾ പിത്താശയം എടുത്തു കളഞ്ഞ പല ആളുകളിലും കുറേ കാലത്തിന് നമുക്ക് ലൂസ് മോഷൻ, അതായത് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പേടിച്ച് പല ആളുകൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനേ മടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ തുടക്കത്തിലേ ഇതിനെ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞൊരു 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ഹോമിയോപ്പതിക് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ചൊരു 3 മുതൽ 6 മാസത്തെ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാനും കൂടെ കഴിയുന്നതാണ്. പല ആളുകളും നേരിട്ട് വരാൻ മടി കാണിക്കാറുണ്ട്. നേരിട്ട് വരാൻ മടിയുള്ള ആളുകൾക്ക് നമ്മൾ ഫോൺ വഴി കൺസൾട്ടേഷൻ കൊടുത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട്സുകൾ നോക്കി മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്ത് മരുന്ന് അയച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തിട്ട് മരുന്നുകൾ അയക്കാനുള്ള സംവിധാനം കൂടെ ചെയ്യാൻ കഴിയും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ട്സുമായിട്ടുള്ള സംശയങ്ങൾക്കാണെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതുമാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.